നമസ്കാരം സുഹൃത്തുക്കളെ, കറണ്ട് അഫയേഴ്സിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഇതിന് മുമ്പിട്ട് കറണ്ട് അഫയേഴ്സ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്നും രണ്ടും ഒക്കെ കണ്ടു പഠിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരിക കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് വാരി വലിച്ചിട്ടുള്ള കറണ്ട് അഫയർ അല്ല, നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രമാണ് ഇവിടെ തരുന്നത് കേട്ടോ. എങ്കിൽ ക്ലാസ്സിലേക്ക് പോയാലോ. എന്താണ് മറ്റേ 30 ഡേയ്സ് ചാലഞ്ചിന്റെ ക്ലാസ് ഒക്കെ ഇട്ടു. ഫസ്റ്റ് ദിവസമൊക്കെ നല്ല സപ്പോർട്ട് വന്നു. പിന്നെ അങ്ങോട്ട് സപ്പോർട്ടൊന്നും ആരും തരുന്നില്ല. വേറെ എവിടേക്കെങ്കിലും ചാടിയിട്ടുണ്ടാവും. അങ്ങനെ ചാട് അല്ലേ. ഒരു ഭാഗത്തിന് എന്ത് ചെയ്യുക, സ്ഥിരമായിട്ട് നിൽക്കുക, നന്നായിട്ട് പഠിക്കുക. എങ്കിലും നമ്മൾ പറഞ്ഞതല്ലേ, നമ്മളെ വിശ്വസിച്ചിട്ട് കുറച്ച് പേരുണ്ട് കൂടെ. അപ്പൊ നമുക്ക് തന്നേ പറ്റൂലേ. അപ്പൊ അങ്ങനെ ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ. ചെറിയൊരു മിസ്റ്റേക്ക്, അതുകൊണ്ടാണ്. നമുക്ക് 2024 പാരീസ് ഒളിമ്പിക്സിലേക്ക് കടക്കാം. ഓക്കെ ആണോ? ചോദ്യം വരും. കാരണം ഇപ്പൊ അടുത്ത പാരീസ് ഒളിമ്പിക്സ് കഴിഞ്ഞിട്ടില്ലല്ലോ. 2028 നടക്കുന്നത്. ലോസ് ഏഞ്ചൽസിലാണ് 2028 ഒളിമ്പിക്സ് നടക്കുന്നത്. ലോസ് ഏഞ്ചൽസ്. ഓക്കെ. അപ്പൊ 2024 ഒളിമ്പിക്സ് നടന്നത് എവിടെയാ? പാരീസില്. മനസ്സിലായോ? അപ്പൊ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എത്രാമത്തെ പാരീസ് ഒളിമ്പിക്സ് ആണ് നടന്നത് മക്കളെ? എത്രാമത്തെ പാരീസ് ഒളിമ്പിക്സ് ആണ് 2024 നടന്നത്? 33ാമത്തെ പാരീസ് ഒളിമ്പിക്സ് ആണ്. 33ാമത്തെ പാരീസ് ഒളിമ്പിക്സ് ആണ്. 33. ഇനി പഠിക്കാനുള്ളത് എത്ര രാജ്യങ്ങളാണ്? പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 205. ഓക്കെ. വേദി പാരീസ്. ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ. എന്താണ്? ഗെയിംസ് വൈഡ് ഓപ്പൺ ആണ് ആപ്തവാക്യം. ഗാനം ഹലോ വേൾഡ്. എന്താണ് ഗാനം? ഔദ്യോഗിക ഗാനം ഏതാണ്? ഹലോ വേൾഡ്. പാരീസ് ഒളിമ്പിക്സ് 2024 ഭാഗ്യചിഹ്നം. ഭാഗ്യചിഹ്നം ഏതാണ്? ഫ്രീജി അല്ലേ. ഏതാണ്? ഫ്രീജി ആണ്. ഇനി നമ്മുടെ ഈ കളിക്കുന്ന സമയത്ത് കേട്ടോ, ഉദ്ഘാടന ചടങ്ങില് ഫസ്റ്റ് ഉദ്ഘാടനം നടക്കും അല്ലേ. ആ ഉദ്ഘാടന ചടങ്ങില് ഇന്ത്യൻ പതാക ഏന്തിയത്, ഉദ്ഘാടനം നടത്തുമ്പോൾ ഇന്ത്യൻ പതാക ഏന്തിയത് PV സിന്ധുവും പിന്നെ ആരാണ്? അജന്ത് ശരത് കമലുമാണ്. അജന്ത് ശരത് കമലുമാണ് കേട്ടോ. എങ്കിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് മനു ഭാക്കറും PR ശ്രീജേഷുമാണ്. ശ്രദ്ധിക്കണം കേട്ടോ, ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞതാണ്. ഓക്കെ ആണോ? ഇനി പങ്കെടുത്ത അതേപോലെ നോക്കിയോ, പങ്കെടുത്തത് വേണ്ട. ഇനി അടുത്തത് മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? മെഡൽ പട്ടികയിൽ 71ാം സ്ഥാനമാണ്. പ്രീവിയസ് ചോദ്യമാണ്. മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം വലിയൊരു സ്ഥാനത്താണ്. 71ാം സ്ഥാനത്താണ്. അതായത് 1 വെള്ളിയും 5 വെങ്കലവുമാണ് നേടിയത് കേട്ടോ. 1 വെള്ളിയും 5 വെങ്കലവുമാണ്. ഗോൾഡ് മെഡലൊന്നും 2024 പാരീസ് ഒളിമ്പിക്സിൽ നമ്മുടെ ഇന്ത്യക്ക് കിട്ടിയിട്ടില്ല. 1 വെള്ളിയും 5 വെങ്കലവുമാണ് കിട്ടിയത്. ഇനി നമ്മൾ 71ാം സ്ഥാനത്താണെങ്കിൽ 1ാം സ്ഥാനത്ത് ആരാണ്? അമേരിക്കയാണ് കേട്ടോ. 1ാം സ്ഥാനത്ത് അമേരിക്കയാണ്. 2ാം സ്ഥാനത്ത് ആരാണ്? ചൈനക്കാരാണ്. 2ാം സ്ഥാനത്ത് ചൈന. 3ാം സ്ഥാനത്ത് ജപ്പാൻ. പഠിച്ചു വെക്കണേ, ചോദ്യം വരും. 1ാം സ്ഥാനം അമേരിക്ക, 2ാം സ്ഥാനം ചൈന, 3ാം സ്ഥാനം ജപ്പാൻ, 71ാം സ്ഥാനം ഇന്ത്യ. ഓക്കെ ആണോ? അപ്പോ ഇവിടെ അമേരിക്ക എന്ന് പറയുമ്പോ എത്ര ഗോൾഡ് മെഡൽ നേടി മക്കളെ? 40 ഗോൾഡ് മെഡൽ നേടി. എത്രയാണ്? 40 ഗോൾഡ് മെഡൽ നേടി. ഞങ്ങൾ വിട്ടുതരില്ല. ചൈനയും 40 മെഡൽ. ചൈനയും 40 മെഡൽ. ജപ്പാൻ എത്ര സ്വർണം നേടി? എത്ര പറ? ജപ്പാൻ എത്ര സ്വർണം നേടി? അതിന്റെ പകുതി നേടി, 20. ഓക്കെ. എത്രയാണ്? 20 സ്വർണം നേടി. പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ. അതായത് ഇവിടെ അമേരിക്ക എത്ര മെഡൽ ടോട്ടൽ നേടി എന്ന് ചോദിച്ചാൽ 126 മെഡൽ. ഓക്കെ. ഇവിടെ ചൈന എത്ര മെഡൽ എന്ന് ചോദിച്ചാൽ 91 മെഡൽ. ജപ്പാൻ എത്ര മെഡൽ നേടി എന്ന് ചോദിച്ചാൽ 45 മെഡൽ. ഓക്കെ ആണോ? അപ്പോ അമേരിക്ക നേടിയ സ്വർണം 40, ചൈന നേടിയ സ്വർണം 40, ജപ്പാൻ നേടിയത് അതിന്റെ പകുതി 20, ഇന്ത്യ ഒന്നും നേടിയില്ല. 71ാമത്തെ സ്ഥാനത്താണ് കേട്ടോ. ആര്? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഭാഗ്യചിഹ്നം ഏതാണ്? ഫ്രീജി ആണ്. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് PV സിന്ധുവും അജന്ത ശരത് കമലുമാണ്. മനു ഭാക്കറും PR ശ്രീജേഷുമാണ് എന്ത് ചെയ്തത്? സമാപന ചടങ്ങില് ഇന്ത്യൻ പതാക ഏന്തിയത്. എത്രാമത്തെ പാരീസ് ഒളിമ്പിക്സ് ആണ്? 33ാമത്തെ പാരീസ് ഒളിമ്പിക്സ് ആണ്. അത്രയും കാര്യങ്ങളൊക്കെ പഠിക്കുക. വേദി പാരീസ്. ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ. ഗാനം ഹലോ വേൾഡ്.
ഓക്കെ, ഇനി നമുക്ക് ഇത് നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നോക്കിക്കേ, വെള്ളി മെഡൽ നേടി എന്ന് പറഞ്ഞു അല്ലേ? നമ്മള് എന്ത് ചെയ്തു? ഒരു വെള്ളി മെഡൽ നേടിയിട്ടുണ്ട് അല്ലേ? ആ ഒരു വെള്ളി മെഡലില് ഒരു വെള്ളി മെഡലും പിന്നെ എന്താ നേടിയത്? 5 വെങ്കലമാണ് നേടിയത് പറഞ്ഞു. ആ ഒരു വെള്ളി മെഡൽ നേടിയത് ആരാണ്? നീരജ് ചോപ്രയാണ്. ആരാണ്? നീരജ് ചോപ്രയാണ്. പഠിച്ചു വെക്കണേ, ഒരു വെള്ളി മെഡൽ നേടിയത് നീരജ് ചോപ്രയാണ്. ജാവലിൻ ത്രോയിലാണ്. ദാ ഈ ഒരു സംഖ്യ ഒന്ന് നന്നായിട്ട് പഠിച്ചു വെച്ചോളണം. 89.45 എന്നുള്ളത് എത്രയാണ്? 89.45. ഓക്കെ, ശ്രദ്ധിക്കണേ, ഇതെന്നും വരാറുള്ള ചോദ്യമാണ്. എന്തായാലും എക്സാമിന് വരും. 89.45. വെള്ളി മെഡൽ നീരജ് ചോപ്ര നേടിയപ്പോൾ അവിടെ ഒരു സ്വർണം നേടിയ ഒരു ആളുണ്ട്. ആരാണ്? അർഷാദ് നദീമാണ്. ഏതാണ്? ആരാണ്? പാകിസ്ഥാൻകാരായിട്ടുള്ള അർഷാദ് നദീമാണ്. 92.97 ആണ് കേട്ടോ. 92.9. രണ്ടും ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞ ചോദ്യമാണ്. വെള്ളി മെഡൽ നേടിയത് നീരജ് ചോപ്രയുമാണ്. ജാവലിൻ ത്രോയാണ് വിഭാഗം. വെള്ളി മെഡൽ നേടുമ്പോൾ അവിടെ സ്വർണ്ണം നേടാൻ ജാവലിൻ ത്രോയിൽ ഒരാളുണ്ടാവില്ല. ആരാണ്? അർഷാദ് നദീമാണ്. പാകിസ്ഥാൻകാരാണ്. 92.97 ആണ്. പക്ഷെ നമ്മുടെ നീരജ് ചോപ്ര 89.45 ആണ്. ഇനി 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ സ്വർണ്ണ മെഡൽ ആദ്യത്തെ മെഡൽ നേട്ടം നേടിയത് ആരാണ്? മനു ബാക്കർ ആണ് കേട്ടോ. 10 മീറ്റർ എയർ, ഏതാണ്? 10 മീറ്ററിൽ കേട്ടോ. 10 മീറ്റർ മനു ബാക്കർ ഏതാണ്? 10 മീറ്റർ എയർ പിസ്റ്റളിലാണ് കേട്ടോ. 10 മീറ്റർ എയർ പിസ്റ്റളിലാണ്, അതായത് ഷൂട്ടിംഗ് വിഭാഗത്തിലാണ്. മനു ബാക്കറാണ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു മെഡൽ നേടുന്ന, ആദ്യമായിട്ട് ആ 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന പ്രീവിയസ് ചോദ്യമാണ്. ഇനി ഹോക്കിയില് ശ്രദ്ധിക്കണേ, ഹോക്കിയില് ആരാണ് സ്വർണ്ണ മെഡൽ നേടിയത്? ഹോക്കിയില് നെതർലാൻഡ് ആണ് കേട്ടോ. പുരുഷ വിഭാഗമാണ് കേട്ടോ. നെതർലാൻഡ് പുരുഷ വിഭാഗവും വനിതാ വിഭാഗവുമാണ്. ഏത്? ഇവിടെ തെറ്റിയിട്ടുണ്ട്, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ശ്രദ്ധിക്കണേ. ഹോക്കിയില് സ്വർണ്ണ മെഡൽ നേടിയ പുരുഷ വിഭാഗം ഏത് രാജ്യക്കാരാണ്? നെതർലൻഡ് ആണ് കേട്ടോ. എന്നാൽ വനിതാ വിഭാഗത്തിലും ആര് തന്നെയാണ്? ഇത് തെറ്റാണ് കേട്ടോ. ഇത് തെറ്റാണ്. നെതർലൻഡ് തന്നെയാണ് കേട്ടോ. ഒരാൾ പുലിപ്പുലികളാണ് അല്ലേ ഹോക്കിയില് പുരുഷ വിഭാഗത്തില് സ്വർണം നേടിയത് നെതർലൻഡ്. ഹോക്കിയില് വനിതാ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയതും നെതർലൻഡ് തന്നെയാണ്. ഇനി ഫുട്ബോളില് സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? പുരുഷ വിഭാഗം. ഫുട്ബോളില് സ്വർണ്ണ മെഡൽ നേടിയ പുരുഷ വിഭാഗം സ്പെയിനാണ്. വനിതാ വിഭാഗം USA ആണ് കേട്ടോ. വനിതാ വിഭാഗം USA. ഇനി വോളിബോളില് സ്വർണ്ണ മെഡൽ നേടിയ പുരുഷ വിഭാഗം ഫ്രാൻസ്, വനിതാ വിഭാഗം ഇറ്റലി. ഇത്രയും കാര്യങ്ങൾ ചോദിക്കാൻ വന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഹോക്കിയില് അത് രണ്ടുപേരും ഒരാളായതുകൊണ്ട് പിന്നെ പഠിക്കാൻ കുഴപ്പമില്ല. നെതർലൻഡാണ് പുരുഷ വിഭാഗവും വനിതാ വിഭാഗവും. എന്നാൽ ഫുട്ബോളില് സ്പെയിൻ ആണ് കേട്ടോ. ഫുട്ബോളില് സ്പെയിൻ ആണ് പുരുഷ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയത്. എന്നാൽ വനിതാ വിഭാഗത്തിൽ USA ആണ്. വോളിബോളിലോ ഫ്രാൻസ് ആണ് ഗോൾഡ് മെഡല്. പിന്നെ ഇറ്റലിയാണ് വനിതാ വിഭാഗം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പാരീസ് ഒളിമ്പിക്സ് കഴിഞ്ഞു. ഇനി ഓസ്കാർ ആണ് കേട്ടോ. ഏറ്റവും മികച്ച ചിത്രം, ഓസ്കാർ പുരസ്കാരം നേടിയ മികച്ച ചിത്രം, ഓസ്കാർ അവാർഡാണ്. നന്നായിട്ട് ഓസ്കാർ അവാർഡ് നോക്കിക്കോ, ക്വസ്റ്റ്യൻസ് കയറി വരും. 98ാമത്തെ ഓസ്കാർ അവാർഡാണ് കേട്ടോ. എത്രയാണ്? 98. പഠിക്കണേ. എത്രാമത്തെ ഓസ്കാർ പുരസ്കാരമാണ് കൊടുത്തത്? 98. തെറ്റിക്കരുത്. ഏതാണ് ചിത്രം? മികച്ച ചിത്രം ഏതാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് മികച്ച ചിത്രം. ഓക്കെ, മികച്ച നടനാരാ? മൈക്കൽ ബി ജോർഡൻ. മൈക്കലാണ് നടൻ. മൈക്കിൾ കേട്ടോ. അതായത് ഇന്ന നടനാണ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഓസ്കാർ അവാർഡ് നേടിയ നടനെ കുറിച്ച് ഞങ്ങൾ ഈ മൈക്കിളെ വിളിച്ചു പറയുകയാണ്. ഓക്കെ, മൈക്കലാണ്. മികച്ച നടൻ. മികച്ച നടി, ഞങ്ങള് മൈക്കലിന്റെ ബാക്കില് നമ്മുടെ നടിയുണ്ട്. ഓക്കെ, ബാക്കിലി ജെസ്സി എന്ന് പഠിക്കണേ കേട്ടോ. ജെസ്സി ബാക്കിലി, മനസ്സിലായോ? മികച്ച നടൻ ആരാണെന്ന് മൈക്കിൽ വിളിച്ചു പറഞ്ഞു വരികയാണ് കേട്ടോ. മൈക്കിൽ അതിന്റെ ബാക്കില് ആരുണ്ട്? നടിയുണ്ട്, ജെസ്സി ബാക്കിലി. മികച്ച സഹനടൻ ആരാണ്? ഷോൺ പെൻ ആണ് കേട്ടോ. മികച്ച സഹനടൻ ഷോൺ പെൻ ആണ്. മികച്ച സഹനടി എമി മാഡിഗൻ. ഓക്കെ ആണോ? എങ്കിലേ ഞാനൊരു ചോദ്യം ചോദിക്കാം. മൈക്കൽ ബി ജോർഡന് മികച്ച നടനുള്ള പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ ഏതാണ്? മൈക്കൽ ബി ജോർഡന് മികച്ച നടനുള്ള സിനിമ പുരസ്കാരം, ഓസ്കാർ പുരസ്കാരം കിട്ടാൻ കാരണമായ സിനിമ ഏതാണ്? സിന്നേഴ്സ് ആണ്. ഏതാണ്? സിന്നേഴ്സ് കേട്ടോ. ഓക്കെ, ഏതാണ്? സിന്നേഴ്സ്.
പേന ഇവിടെ ഒരു പണി മുടക്കിയിരിക്കുകയാണ് കേട്ടോ. പേന ഒരു മിനിറ്റ്, ഞാനിവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിയായി കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റിംഗ് പാഡ് കറക്റ്റ് ആകും. സിന്നേഴ്സ് ആണ് മികച്ച നടൻ. മൈക്കൽ ബി ജോർഡനെ ഓസ്കാർ പുരസ്കാരത്തിലേക്ക് നയിച്ച സിനിമ സിന്നേഴ്സ് ആണ്. എങ്കിൽ നടിയെ തിരഞ്ഞെടുക്കപ്പെടാനുള്ള കാരണം സിനിമ ഹാംനെറ്റ് ആണ്. ഏതാണ്? ഹാംനെറ്റ്. ഏതാണ്? ഹാംനെറ്റ് ആണ് മികച്ച സിനിമയായിട്ട് ഏതാണ് നടിക്ക് കിട്ടാനുള്ള കാരണം. മികച്ച സഹനടൻ ഷോൺ ബെൻ. മികച്ച സഹനടൻ ഷോൺ ബെൻ. ഏതാ സിനിമ? അത് നമ്മുടെ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച സഹനടനുള്ള പുരസ്കാരം ഷോൺ ബെന് കിട്ടിയത്. മികച്ച സഹനടി ഏമി മാഡിഗൻ. മികച്ച സഹനടി ആരാണ്? ഏമി മാഡിഗൻ. ഏമി മാഡിഗൻ. ഏമി മാഡിഗൻ. പിന്നെ മികച്ച വിദേശ ഭാഷാ ചിത്രം ഏതാണ്? പാപ്പ ബുക്ക. ഏതാണ്? മികച്ച വിദേശ ഭാഷാ ചിത്രം ഏതാണ്? പപ്പുവ ന്യൂഗിനിയൻ ചിത്രമായ പാപ്പ ബുക്ക. മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ. മികച്ച സംവിധായകൻ ആരാണ്? മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. ഇന്ത്യയുടെ എൻട്രി ചിത്രം ഏതാണ്? ഹോം പൗണ്ട് ആണ്. അതായത് നമ്മൾക്കിപ്പോ ഇന്ത്യയിൽ നിന്നൊരു എടുക്കില്ല, ഇന്ത്യയുടെ ഒരു ഔദ്യോഗിക ഓസ്കാർ എൻട്രി ചിത്രം വരും. അത് ഏതാണ്? ഹോം പൗണ്ട് ആണ് കേട്ടോ. ഏതാണ്? ഹോം പൗണ്ട് ആണ്. അതേപോലെ ഈ ഓസ്കാർ അവാർഡ് വേദിയിൽ ഇങ്ങനെ സ്റ്റേജിൽ കിടന്നിട്ട് ഈ അവാർഡൊക്കെ പ്രഖ്യാപിക്കുന്ന അതിനൊരു നിയന്ത്രണം കൊടുക്കുന്ന ഒരു അവതാരകൻ ഉണ്ടാകും അല്ലേ? ആരാണ് ഓസ്കാറിന്റെ അവതാരകൻ? അതാരായിരുന്നു? കോനൻ ബ്രയാൻ ആണ്. ആരാണ്? കോനൻ ബ്രയാൻ. കോനൻ ബ്രയാൻ. കോനൻ ബ്രയാൻ ആണ് ഹോസ്റ്റ് ചെയ്തത് കേട്ടോ. കോനൻ ബ്രയാൻ ആണ് ആ സ്റ്റേജിൽ കിടന്ന് പെർഫോമൻസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ചിത്രം ഏതാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. മികച്ച നടൻ മൈക്കൽ ആണ്. മികച്ച നടി ബാക്ലി ആണ്, ജെസി ബാക്ലി. സഹനടൻ ഷോൺ ബെൻ ആണ്. സഹനടൻ ഷോൺ ബെൻ. ഏതാ സിനിമ? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തില്ലേ ആ ചിത്രത്തിനാണ്. മികച്ച സഹനടിക്ക് എമി മാഡിഗൻ ആണ്. എമി മാഡിഗൻ. ഏതാണ് സിനിമ? വെപ്പൺസ് ആണ് കേട്ടോ. എമി മാഡിഗന് സഹനടിക്കുള്ള പുരസ്കാരം കിട്ടാൻ ഇടയാക്കിയ സിനിമ വെപ്പൺസ് ആണ്. വെപ്പൺസ് ആണ്. ഇതാണ് വെപ്പൺസ്. മികച്ച വിദേശ ഭാഷാ ചിത്രം പപ്പുവ ന്യൂഗിനിയ ചിത്രം പാപ്പ ബുക്ക. മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ. ഇന്ത്യയുടെ എൻട്രി ചിത്രം ഹോം പൗണ്ട്. അടുത്തത് നമുക്ക് നോബൽ സമ്മാനം പഠിക്കണം. 2025 നോബൽ സമ്മാനം ജേതാക്കൾ ആരൊക്കെയാണെന്ന് പഠിക്കണം. അതില് നോക്കിക്കേ, മെഡിസിൻ വിഭാഗത്തില് നോബൽ സമ്മാനം, വൈദ്യശാസ്ത്രത്തില് നോബൽ സമ്മാനം നേടിയത് മേരി ഇ ബ്രങ്കോ, ഷിമോൺ സക്കാകുച്ചി, ഫ്രെഡ് റാംസ്ഡെൽ. ഇവരൊക്കെയാണ് എന്ത് ചെയ്തത്? വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാന പുരസ്കാരം കിട്ടിയത്. മേരി ഇ ബ്രാങ്കോ അമേരിക്കക്കാരിയാണ്. ആരാണ്? അമേരിക്കക്കാരിയാണ്. ഷിമോൺ സക്കാകുച്ചി ഏതാണ്? ഏത് രാജ്യക്കാരനാണ്? ജപ്പാനാണ് കേട്ടോ. അതുപോലെ ഫ്രെഡ് റാംസ്ഡെൽ അമേരിക്കക്കാരിയാണ്. ഓക്കെ, അപ്പൊ മേരി ഇ ബ്രങ്കോ, ഷിമോൺ സക്കാകുച്ചി, ഫ്രെഡ് റാംസ്ഡെൽ എന്താണ്? വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം കിട്ടിയതാണ്. അതായത് ഈ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ കുറിച്ചിട്ടുള്ള ഗവേഷണങ്ങളിലൂടെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു? ഇവർ മാറ്റിമറിച്ചപ്പെട്ടു. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വൈദ്യശാസ്ത്രത്തിൽ എന്ന് പറയുമ്പോൾ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ കുറിച്ചിട്ടുള്ള ഗവേഷണങ്ങളിലൂടെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ഇവർ കൂടുതലായിട്ട് എന്ത് ചെയ്തു? കണ്ടെത്താനായിട്ട് സാധിച്ചു. അങ്ങനെയാണ് വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം കിട്ടിയത്. അതിൽ തന്നെ ഓരോരുത്തർക്കും അതിൽ ഓരോരോ പങ്കുകളുണ്ട്. അപ്പൊ മൂന്നാളും ഒരേ കണ്ടുപിടുത്തമായിരിക്കില്ല അല്ലെ? മൂന്നാൾക്കും ഓരോരോ ഇതുണ്ട്. അതില് നമ്മുടെ ഷിമോൺ സക്കാകുച്ചി എന്താ ചെയ്തത്? റെഗുലേറ്ററി ടി സെല്ലുകൾ എന്ന പുതിയ തരം പ്രതിരോധ കോശങ്ങളെ കണ്ടെത്തി. ഷിമോൺ സക്കാകുച്ചി എന്താ ചെയ്തത്? ജപ്പാൻകാരിയായ ഷിമോൺ സക്കാകുച്ചി റെഗുലേറ്ററി ടി സെല്ലുകൾ കണ്ടെത്തി. ഏതാണ്? റെഗുലേറ്ററി ടി സെല്ലുകൾ എന്ന രോഗപ്രതിരോധ കോശങ്ങളെ കണ്ടെത്തി. പഠിച്ചല്ലോ. ഇനി ഈ ബ്രാങ്കോയും അതായത് മേരിയും ഫ്രെഡും എന്താ ചെയ്തത്? മേരിയും ഫ്രെഡും അതായത് പൊതുവെ ഇവരെന്താണ്? രോഗപ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ചിട്ട് കണ്ടെത്തിയതാണ്. ഇവരുടെ മൂന്നാളിന്റെയും പ്രത്യേകത. അതിൽ ഷിമോൺ സക്കാകുച്ചിയുടെ പ്രത്യേകം പഠിക്കേണ്ടത് റെഗുലേറ്ററി ടി സെല്ലുകൾ എന്ന പ്രതിരോധ കോശം കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ അത് ഷിമോൺ സക്കാകുച്ചിയാണ്. പിന്നെ ഈ ബ്രങ്കോയും റാംസ്ഡെലൊക്കെ എന്ന് പറയുമ്പോൾ എന്താ പറയാ, 2001
എന്താ പറയുക, ഈ എലികളുണ്ടല്ലോ, ആ എലികളില് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾക്ക് കാരണമാകുന്ന ജനിതക മാറ്റം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എലികളില് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾക്ക് കാരണമാകുന്ന ജനിതക മാറ്റം കണ്ടെത്തി. ആ എലികളില് എന്ത് ചെയ്തു, ഈ ഒരു എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫോക്സ് P3 കണ്ടോ, FOXP3. ആ FOXP3 ജീനിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്തു, എന്ന ജീനിലുണ്ടായ, അതായത് ഈ FOXP3 എന്ന ജീനിന്റെ പ്രാധാന്യത്തെ ഊട്ടി ഉറപ്പിച്ചു. ഇതൊക്കെ ആര് ചെയ്തതാണ്? ബ്രങ്കോയും റാംസ്ഡെലുമാണ്. അതായത് പ്രധാനപ്പെട്ട നോക്കേണ്ടത് രോഗപ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് എന്ത് ചെയ്യുന്നത്, 3 ആൾക്കും വൈദ്യശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം കിട്ടുന്നത്. അതിൽ ഷിമോൺ സക്കാഗുച്ചി എന്താ ചെയ്തെന്ന് വെച്ചാൽ റെഗുലേറ്ററി ടി സെല്ലുകൾ എന്ന രോഗപ്രതിരോധ സംവിധാനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മേരിയും ഷിമോണും എന്താ ചോദിച്ചാൽ കണ്ടോ, FOXP3 ജീനിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെയാണ് വൈദ്യശാസ്ത്രത്തിൽ ഇവരെ നോബൽ സമ്മാനത്തിന് അർഹനാക്കാൻ കാരണം. ഇനി ഫിസിക്സില് മിഷേലും ജോൺ ക്ലാർക്കും ജോൺ എം മാർട്ടിനിസും, 2 ജോൺമാരുണ്ട്. ഒന്ന് ക്ലാർക്കും ഒന്ന് മാർട്ടിനിസും. മിഷേൽ ജോൺ അങ്ങനെ പഠിച്ചോ. ഫിസിക്സില് മിഷേൽ ജോൺ മനസ്സിലായി. ഇവർക്ക് 3 പേർക്കാണ് എന്ത് ചെയ്യുന്നത്, ഫിസിക്സില് നോബൽ സമ്മാനം കിട്ടിയത്. മനസ്സിലായോ? എന്തായിരുന്നു നോബൽ സമ്മാനത്തിന് അർഹനാക്കിയത്? കയ്യിൽ പിടിക്കാവുന്ന വലിപ്പമുള്ള ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ ക്വാണ്ടം ടണലിങ്ങും, ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ ദീർഘമുണ്ട് കേട്ടോ, ക്വാണ്ടം ടണലിങ്ങും അതേപോലെ എന്താ പറയാ, ഇതിനെന്താ വായിക്കുക അല്ലേ, ഇതൊക്കെ വായിക്കണം, കോണ്ടസൈറ്റ്സ് എനർജി ലെവലുകളും സാധ്യമാക്കി. കോണ്ടസൈറ്റ്സ് എനർജിയും എന്ത് ചെയ്തു ലെവലുകളും സാധ്യമാക്കി. ഇവിടെ ഈ ഡായാണ് കേട്ടോ, മണ്ടൻ എന്നുള്ള ഡായാണ്. ഓക്കെ, കോണ്ടസൈറ്റ്സ് എനർജി ലെവലും സാധ്യമാക്കിയതിനാണ് ഫിസിക്സില് നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്തത് രസതന്ത്രം. കെമിസ്ട്രിയില് റിച്ചാർഡിനും സുസുമുനും ഒമറിനുമാണ്. റിച്ചാർഡ് റോബ്സൺ, സുസുമു കിറ്റഗാവ, ഒമർ യാഗി, ഈ 3 പേർക്കാണ് ഏത് ചെയ്തത്, കെമിസ്ട്രിയിൽ ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത്. ആരൊക്കെയാണ്? റിച്ചാർഡ് റോബ്സൺ ഓസ്ട്രേലിയക്കാരനാണ്, സുസുമു കിറ്റഗാവ ജപ്പാനാണ്, ഒമർ യാഗി അമേരിക്കയാണ്. എന്തായിരുന്നു? ലോഹ ഓർഗാനിക് സങ്കര, മനസ്സിലായോ? ലോഹ ഓർഗാനിക് സങ്കര ഘടനകൾ കണ്ടെത്തിയതിന്, ഇവിടെ സംഘടന എന്നല്ല കേട്ടോ, സോറി, ഇവിടെ തെറ്റിയതാണ്, അക്ഷര മിസ്റ്റേക്ക് ആണ്. ഘടനകള്, ലോഹ ഓർഗാനിക് സങ്കര ഘടനകൾ, മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക്സ്. ഓക്കെ, ഇത് കണ്ടെത്തിയതിനാണ് കേട്ടോ. മനുഷ്യനിർമ്മിത പദാർത്ഥങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട നവീന വസ്തുക്കളാണ് ഏത്, ഈ ലോഹ ഓർഗാനിക് സങ്കര ഘടന എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഈ ഘടനയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ലോഹ അയോണുകളുടെ വലിപ്പമുള്ള കാർബണിക തന്മാത്രകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, പരസ്പരം ബന്ധിപ്പിക്കാവുന്ന ഒരു ലോഹ ഓർഗാനിക് സങ്കര ഘടനയാണ്. അതിനാണ് കെമിസ്ട്രിയിലെ ഇവർക്ക് എന്ത് ചെയ്തത്, നോബൽ സമ്മാനം ലഭിച്ചത്. ഇനി സാഹിത്യത്തിൽ ആർക്കാണ്? ലാസ്ലോ ക്രാസ്ന ഹോർക്കോയ്ക്കാണ്. എൻ്റെ അമ്മോ, ഈ പേരുകളൊക്കെ അങ്ങോട്ട് പഠിക്കണമെങ്കിൽ ഈ ഒരു ഫസ്റ്റ് പേരുകളൊക്കെ അങ്ങോട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സാഹിത്യത്തിലെ ലാസ്ലോ ആണ്. ആരാണ് സാഹിത്യത്തിലെ? ആരാണ്? ലാസ്ലോ ക്രാസ്ന ഹോർക്കോയ്. ഹംഗേറിയൻ എഴുത്തുകാരിയാണ് കേട്ടോ, ഹംഗേറിയൻ ആണ്. അതായത് ഇവരെ നോബൽ സമ്മാനത്തിന് അർഹനാക്കാൻ കാരണം അപ്പോകാലിപ്റ്റിക് ഭീകരതയുടെ നടുവിലും കലയുടെ ശക്തി വീണ്ടും ഉറപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക്, അതായത് അവിടെ ഒരു ഭീകരത നടക്കുകയാണ്. ഏതാണ്? അപ്പോകാലിപ്റ്റിക് ഭീകരത. അതിന്റെ പ്രശ്നങ്ങൾ ഉരുത്തിരിയുന്ന സമയത്തും കലയുടെ ശക്തി വീണ്ടും ഉറപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് സാഹിത്യത്തില് ലാസ്ലോ ക്രാസ്ന ഹോർക്കോയ്ക്ക് നോബൽ പുരസ്കാരം അർഹൻ. നെക്സ്റ്റ് വൺ, സാമ്പത്തിക ശാസ്ത്രത്തില് ജോയലും ഫിലിപ്പിനും പീറ്ററിനുമാണ്. ജോയൽ ഫിലിപ്പ് പീറ്റർ. ഓക്കെ, ഇവർക്ക് 3 പേർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ. ജോയല് ഇസ്രായേൽ ആണ് കേട്ടോ, ജോയൽ ഇസ്രായേൽ, ഫിലിപ്പ് ഫ്രാൻസ്, ഫ്രാൻസ്, പീറ്റർ അമേരിക്ക. ഓക്കെ, ഇവർക്ക് 3 പേർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പുരസ്കാരം കിട്ടിയത്. മനസ്സിലായോ? എന്തിനായിരുന്നു നോബൽ സമ്മാനം? അതായത് ഈ സാങ്കേതിക പുരോഗതി ഉണ്ടല്ലോ, ഈ എന്താ പറയാ, സാങ്കേതിക പുരോഗതിയിലൂടെ സുസ്ഥിര വളർച്ചയ്ക്കുള്ള മുൻ വ്യവസ്ഥകൾ തിരിച്ചറിയുന്നതിനാണ് ജോയൽ മോക്കിറിന് സമ്മാനത്തിന്റെ പകുതി ലഭിച്ചു. ജോയൽ മോക്കിറിന്
ഈ സാമ്പത്തിക ശാസ്ത്രത്തിന് പുരസ്കാരം കിട്ടുമല്ലോ, അതിന്റെ പകുതിയാണ് ലഭിച്ചത്. എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? സാങ്കേതിക പുരോഗതിയിലൂടെ സുസ്ഥിര വളർച്ചയ്ക്കുള്ള മുൻ വ്യവസ്ഥകൾ തിരിച്ചറിഞ്ഞതിനാണ് ജോയൽ മോക്കിറിന് എന്ത് ചെയ്തത്? സമ്മാനത്തിന്റെ പകുതി ലഭിച്ചത്. എന്നാൽ സൃഷ്ടിപരമായ നാശം എന്ന് വിവരിക്കുന്ന ഒരു ഗണിതശാസ്ത്ര മാതൃക ആര് ഇതാക്കി? ഫിലിപ്പും പീറ്ററും കൂടിയിട്ട് വികസിപ്പിച്ചെടുത്തു. മനസ്സിലായോ? അതിനാണ് എന്ത് ചെയ്തത്? ഇവരെ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനത്തിന് അർഹനാക്കിയത്. ജോയൽ മോക്കിർ എന്തായിരുന്നു? സാങ്കേതിക പുരോഗതിയിലൂടെ സുസ്ഥിര വളർച്ചയ്ക്കുള്ള മുൻ വ്യവസ്ഥകൾ തിരിച്ചറിഞ്ഞതിനും ഫിലിപ്പിനും പീറ്ററിനും സൃഷ്ടിപരമായ നാശം, ശ്രദ്ധിക്കണേ, സൃഷ്ടിപരമായ നാശം എന്ന് വിവരിക്കുന്ന ഒരു ഗണിതശാസ്ത്ര മാതൃക ആരൊക്കെയാണ്? ഫിലിപ്പും പീറ്ററും വികസിപ്പിച്ചെടുത്തു. ഓക്കെ, അതിനാണ് എന്ത് ചെയ്തത്? സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇവർക്ക് നൊബേൽ പുരസ്കാരം കിട്ടിയത്. അപ്പൊ ഓസ്കാറും നൊബേലും ഒളിമ്പിക്സ് 3 കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാ ക്ലാസ്സുകളും ഫോളോ ചെയ്യുക. നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നോക്കുക. കിട്ടുന്ന സമയങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് പഠിച്ച് പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞാൽ SCERT ഭാഗങ്ങൾക്കും പ്രീവിയസ് ക്വസ്റ്റ്യനും ഇമ്പോർട്ടന്റ് കൊടുക്കുക. നമ്മൾ ചോദ്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വരും. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങോട്ട് എടുക്കാം. അത് ടെലിഗ്രാം ബാനഡ് ആണെന്ന് കണ്ടു, എന്നിട്ടും എനിക്ക് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് വെച്ചതിന് ഇങ്ങോട്ട് എടുത്ത് മാറ്റാൻ വിട്ടുപോയി. അപ്പോൾ അതെന്തായാലും 23-ാം തീയതിക്ക് ശേഷം എന്ത് ചെയ്യും? 2 ദിവസങ്ങളിലോ അത് കഴിഞ്ഞ ടെലിഗ്രാം ആക്റ്റീവ് ആകും. ക്വസ്റ്റ്യൻ പേപ്പർ തുടർച്ചയായിട്ട് വരും കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം.